Hello everyone, welcome to AZB Academy. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അഥവാ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ എക്സാമിനേഷൻസ് ഈ ഒരു ഫ്രീക്വൻസിയിൽ അടുത്ത് വന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു 3 വർഷം മുന്നേ ഉള്ള എല്ലാ എക്സാംസും ഇപ്പം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എക്സാം കഴിഞ്ഞ തവണ അനൗൺസ് ചെയ്ത ആ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് പുതിയ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, പുതിയൊരു എക്സാമിന് വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടി സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ സെഷൻ. ലാസ്റ്റ് ടൈം കാറ്റഗറി നമ്പർ 678/2022 എന്നുള്ള നോട്ടിഫിക്കേഷൻ കോഡിലാണ് ഈ എക്സാം വന്നത്. അപ്പോൾ ഈ ഒരു എക്സാം മാത്രമല്ല, സെയിം ക്വാളിഫിക്കേഷനുള്ള ഒരു 5 എക്സാമിൻ്റെ ഒപ്പമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എക്സാം കഴിഞ്ഞ തവണ കോൾ ഫോർ ചെയ്തത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജസിലേക്കും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലേക്കും വേണ്ടിയിട്ടുള്ള ബാക്കി സ്ട്രീം, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, ഇതിൻ്റെ എല്ലാം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഈ തവണ നമുക്ക് വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അനലൈസ് ചെയ്തിട്ട് പുതിയ ഫീച്ചേഴ്സിലേക്ക് പോകാം. ലാസ്റ്റ് ടൈം ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പോസ്റ്റിൻ്റെ പേര്, ഒരുപാട് പേരുകളുള്ള പോസ്റ്റാണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്നൊക്കെയാണ് ഈ പോസ്റ്റിൽ അറിയപ്പെടുന്നത്. നല്ലൊരു ഫ്യൂച്ചർ സേഫ് ആയിട്ടുള്ള ഒരു പേ ബാൻഡാണ് ഈ ജോലിക്കുള്ളത്. ഓക്കെ, സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. 41,300 മുതൽ 87,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റും കൂടിയാണ്. കാരണം നമുക്ക് നിയമനം കിട്ടുക കേരളത്തിലുടനീളമുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജസിലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമായിരിക്കും. അവിടെ തന്നെ ഒരു ടീച്ചിങ് എന്നതിൽ ഉപരി നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് യങ്ങർ ജനറേഷന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഈ എക്സാം തരുന്നത്. അപ്പോൾ ഒരേ സമയം ഫ്യൂച്ചർ സേഫ് ആക്കുകയും ചെയ്യും, അതോടൊപ്പം ജോബ് സാറ്റിസ്ഫാക്ഷനും കിട്ടുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്, പ്രമോഷൻ സാധ്യത ഉള്ളതുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്ത നമ്പർ ഓഫ് വേക്കൻസീസ് 31 31 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. എക്സാം ഉണ്ടാകും. എക്സാം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടായിട്ടാണ് നിയമനം നടക്കുക. ഏജ് ലിമിറ്റ് ലാസ്റ്റ് ടൈം 18 മുതൽ 36 വയസ്സ് വരെ ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം ഏജ് ലിമിറ്റ് കൂട്ടി. ഇപ്പോൾ അത് 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് അതിനനുസരിച്ചുള്ള റിലാക്സേഷനും ഉണ്ട്. ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫുൾ ടൈം ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. ഇക്വലൻ്റ് ഓർ ഹയർ വെച്ചിട്ട് ലാസ്റ്റ് ടൈം ഡിഗ്രി ഉള്ളവരും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ആ ഒരു ആനുകൂല്യം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 ജൂൺ മാസത്ത് തന്നെയായിരുന്നു, 2023 ജൂൺ മന്തിലായിരുന്നു എക്സാം നടന്നിരുന്നത്. OMR എക്സാം ആണ്. 100 മാർക്കിനുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിക്കേണ്ടത് മോഡ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മീഡിയം ഇംഗ്ലീഷ് ആയിരുന്നു ക്വസ്റ്റ്യൻ്റെ മീഡിയം. അതിലിനി ഒരു സംശയം വരേണ്ട സാഹചര്യമില്ല. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർ ഇംഗ്ലീഷിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ബിക്കോസ് മോഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ ഇംഗ്ലീഷ്. 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള എക്സാം ആയിരുന്നു. 11,000 പേരാണ്, 11,743, ഏകദേശം 12,000 പേരാണ് എക്സാം എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, 31
വേക്കൻസി റിപ്പോർട്ട് ചെയ്ത എക്സാമിന് 12,000 പേരാണ് എക്സാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾക്ക് ആ എക്സാമിനോടുള്ള ആൾക്കാരുടെ ആവേശം മനസ്സിലാക്കാൻ പറ്റും. ആ എക്സാമിന്റെ ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി സിലബസ് കഴിഞ്ഞ തവണ ഡിപ്ലോമ ക്വാളിഫിക്കേഷനുള്ള കുറച്ചധികം എക്സാംസിനെ കമ്പൈൻ ചെയ്ത്, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സിലബസ് കഴിഞ്ഞോണ വന്ന സിലബസ് ആണ്. പല കാറ്റഗറി നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒറ്റ സിലബസ് ആണ്. ഇത് ആദ്യമായിട്ടായിരിക്കും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എക്സാം സ്റ്റാൻഡ് അലോൺ ആയിട്ട് നടത്തുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഒക്കെ കമ്പൈൻഡ് ആയിട്ടാണ് എക്സാം കണ്ടിരുന്നത്. ഓക്കെ, ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെഷീൻസ്, പവർ സിസ്റ്റം, അതിൻ്റെ ഒപ്പം ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ടോപ്പിക്കും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു 12 മോഡ്യൂൾസ് ആയിട്ടാണ് കഴിഞ്ഞ തവണ എക്സാം നടത്തപ്പെട്ടത്. എക്സാം കഴിഞ്ഞ് ലിസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മെയിൻ ലിസ്റ്റിൽ 31 പേരുടെ വേക്കൻസിക്ക് 97 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 119 പേര്, ഡിഫറെന്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ നിന്നും 12 പേര്. ഓൾ ടുഗെദർ 228 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ തവണ വന്നത്. ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, കട്ട് ഓഫ്. കഴിഞ്ഞ എക്സാമിന് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് 53.67 മാർക്കായിരുന്നു ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്. ഓക്കെ, വേക്കൻസി 31 ഉള്ളൂ, 12,000 പേര് എഴുതി. അപ്പൊ കട്ട് ഓഫിനും എത്ര മുകളിൽ വന്നാലേ നമുക്കൊരു അഡ്വൈസ് മെമ്മോ കിട്ടൂ എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. ഇനി അഡ്വൈസിന്റെ നില നോക്കുകയാണെങ്കിൽ 15/4/2024 ഏപ്രിൽ മുതൽ അഡ്വൈസ് പോയി തുടങ്ങി. 31 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തതിലും 88 അഡ്വൈസ് ആണ് പോയേക്കുന്നത്. അതായത് അതിൻ്റെ ഒരു 3 ഇരട്ടി, വേക്കൻസി റിപ്പോർട്ട് ചെയ്തതിൻ്റെ 3 ഇരട്ടിയോളം അഡ്വൈസസ് പോയിട്ടുണ്ട്. എക്സ്ട്രാ വേക്കൻസീസ് ക്രിയേറ്റ് ആയി പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2026 ഏപ്രിലാണ്. ലിസ്റ്റിൻ്റെ കാലാവധി, എല്ലാ ലിസ്റ്റ് മാർച്ചിൽ അവസാനിക്കുന്ന ലിസ്റ്റിൻ്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൈഡിൽ നിന്നൊരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ലിസ്റ്റിന് കാലാവധി കൂടാനും ചിലപ്പോൾ 1-2 നിയമനം കൂടി നടക്കാനും സാധ്യതയുണ്ട്. എക്സാക്റ്റ് ആയിട്ടുള്ള കണക്ക് അറിയില്ല, എക്സാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, ഒരു അനാലിസിസിൻ്റെ ബേസിസിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനെ കുറിച്ചിട്ടുള്ള, കഴിഞ്ഞ തവണത്തെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പ്രസ്റ്റീജിയസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി, ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് ഇതിൻ്റെ 200-300 മടങ്ങ് സ്റ്റുഡൻസ് ആണ്. വേക്കൻസി റിപ്പോർട്ട് ചെയ്തതെന്നും 300-400 മടങ്ങ് സ്റ്റുഡൻസ് ആണ് ഈ എക്സാമിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കതിൽ ഒരു ഹയർ പൊസിഷൻ വന്ന് അഡ്വൈസ് മെമ്മോ സ്വീകരിക്കണം എന്ന് യഥാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്, അതിന് നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ് ഫ്രം 0 നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ് മുതൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കംപ്ലീറ്റ് കോഴ്സും കവർ ചെയ്യാൻ AZB അക്കാഡമിയുടെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക, ബാച്ചിലുടൻ തന്നെ ജോയിൻ ചെയ്യുക. താങ്ക് യു എവ്രിവൺ.